ഹലോ ഗൈസ്, അപ്പോൾ യാസിം വ്ളോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഐഷൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബിക്കോസ് അവൾ വർക്കിന് പോയേക്കാണ്. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു വെറൈറ്റി ഒന്നല്ല, ഒരു നോർമൽ വ്ളോഗാണ്. ലൈക്ക് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഒരു പൂതി. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്ന്. ഓക്കെ, അതും പൊതിച്ചോറ് മേക്കിംഗ് ആയിരിക്കും ഇന്നത്തെ വ്ളോഗ് വന്നിട്ട്. അപ്പോൾ അത് ഇന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച്. പിന്നെ നാട്ടിലെല്ലാവർക്കും എങ്ങനെയുണ്ട്? സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആയുഷുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അവളിടയ്ക്കിടയ്ക്ക് വന്ന് ഇതേപോലെ വ്ളോഗ് എടുത്ത് ഹാപ്പി ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഫിഷ് മാർക്കറ്റിൽ പോകണം, അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. ഈ കാര്യത്തിലാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വെതർ കാണിച്ചു തരാം. ഇന്ന് രാവിലെ ഇന്നലെ തൊട്ട് ഇന്നലെ തൊട്ട് നല്ല സ്നോവിങ് ആണ്. ഇന്നലെയൊക്കെ -11, ഇന്നിപ്പം -5, -6 ആണ്. ഇന്നലെ -11 കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് വെതറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നി. എല്ലാ പ്രാവശ്യവും റൂമിൽ നിന്നാണല്ലോ ഇൻട്രോ. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഞാൻ പുറത്ത് എല്ലാവരും നല്ല ഇതൊക്കെ ഇട്ട് പോകട്ടോ. ഞാൻ പുറം കാണിച്ചു. കണ്ടില്ലേ, നല്ല സ്നോ ആണ്. ഫുൾ കംപ്ലീറ്റ്ലി സ്നോ. എല്ലാം മൂടി കിടക്കുകയാണ്. ഇപ്പോഴും സ്നോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാലത്ത് പിടിച്ച് സ്നോവിങ് ആട്ടോ, ഒരു രക്ഷയില്ല. കംപ്ലീറ്റ്ലി സ്നോ. ഇവിടെ എല്ലാം സ്നോ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാട്ടോ ഇവിടെ വന്നിട്ട് ഒരു ഇൻട്രോ ആക്കാമെന്ന് വെച്ചത്. അപ്പം ഇനി ഡിസംബറൊക്കെ ആവല്ലേ ഗൈസ്. അപ്പം ഈ കംപ്ലീറ്റ്ലി ഇങ്ങനെയായിരിക്കും. ഫുള്ള് മഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ വീഡിയോയിൽ മരുഭൂമി എന്നൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോസ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇപ്പം ടൈം വന്നിട്ടൊരു 4 മണി ആയിട്ടുള്ളൂ. പക്ഷെ 4 മണി ആയാലും നമുക്ക് രാത്രിയായി ഇവിടെ. ഓക്കെ, നമുക്ക് ഇതാണ് നമ്മൾ നടക്കുന്ന സ്ഥലം, അതാണ് റോഡ്. ഇതും തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ കാറുകാർക്ക് പോലും. അതിന് കംപ്ലീറ്റ്ലി സ്നോ ആയിട്ട് നമ്മളെ പാർക്കും കാര്യങ്ങളൊക്കെ മൂടിക്കെടുക്കാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ കണ്ടോ, ഓക്കെ, ഈ വീടും ഒക്കെ മൂടി, സ്നോ കൊണ്ട് മൂടി. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. കാറൊക്കെ നോക്ക്. ഇവിടെ കാർ എടുക്കണവരുടെ ഒക്കെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് സ്നോയും റിമൂവ് ചെയ്താലേ ഇവർക്ക് കാർ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഷവലും കാര്യങ്ങളൊക്കെ ഇവർ എപ്പോഴും പിന്നെ ക്ലീനാക്കുന്ന സാധനമൊക്കെ എപ്പോഴും ഈ കാറിൻ്റെ ഡിക്കിയിൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഇനി നീക്കിയിട്ട് വേണം ഇവർക്കൊക്കെ ഇനി കാർ എടുക്കുക, അല്ലാണ്ട് ഇത് പോകത്തില്ല. കണ്ടില്ലേ, കംപ്ലീറ്റ്ലി നല്ല എമൗണ്ട് ഓഫ് സ്നോ ഡെപ്പോസിറ്റാണ് ഇവിടെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിവിടുത്തെ വേസ്റ്റ് ബിന്നൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടോ, അല്ലെങ്കിൽ അതിലും സ്നോ വന്നറിയും. അതുകൊണ്ട് നമുക്ക് ഇനി ഫിഷ് മാർക്കറ്റിൽ പോകാം. കണ്ടില്ലേ ഗൈസ്, ഇതൊക്കെ കംപ്ലീറ്റ്ലി സ്നോ ആണ്. നോക്ക്, എൻ്റെ കാല് പോകണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം നിർത്താണ്ട് ഇന്ന് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കി പോണ വയ്ക്കും. ഇത് നമ്മളുടെ പാർക്കാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, എത്രമാത്രം ഫിൽഡ് ആയിക്കണമെന്ന് നോക്കിക്കോ. അങ്ങോട്ട് കണ്ടോ, ഫുള്ള് സ്നോ ആയി. കണ്ടില്ലേ ഗൈസ്, ഇതാണ്. അപ്പം ഞാൻ ഒരു വെറൈറ്റി ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഞാൻ ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐഷ വന്നിട്ട് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്, പൊതിച്ചോറും കാര്യങ്ങളും. അപ്പം അതും കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു റോട്ടിലും നിർത്താണ്ട് ചെയ്തുകൊണ്ടായിരുന്നു വണ്ടികൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടായി. ഞാൻ അതും കൂടി കാണിച്ചിട്ട് പിന്നെ കുറച്ച് മീൻ വാങ്ങണതും കാണിച്ചിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. പിന്നെ എല്ലാവർക്കും നാട്ടിലൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ തണുപ്പായിട്ടോ, നാട്ടിലത്തെ കാലാവസ്ഥ. പിന്നെ പുറത്താരെങ്കിലും കുട്ടികളൊക്കെ മഞ്ഞത്ത് കോരി കളിക്കണം. അപ്പോൾ നല്ല ഭംഗിയിലാണ്, നല്ല രസമുണ്ട്. പ്രിയാത്ത്. അപ്പോൾ കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു റോട്ടിലും നല്ല പോലെ സ്നോ ആയിക്കണം കേട്ടോ. നല്ല പോലെ സ്നോ ആയിക്കണം. വണ്ടികൾക്ക് പോകാൻ പറ്റാണ്ടായിട്ട് സ്ലിപ്പാവൂലേ, അതുപോലെ സ്നോ ആയിക്കണം. നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇവിടെ ഒക്കെ നല്ല പോലെ സ്നോ ആയി ഗൈസ്. നോക്ക്,
കുട്ടികളൊക്കെ കളിക്കാട്ടോ ആഘോഷമായിട്ട്. ഇവിടെ അങ്ങനെ പിടിച്ചു വെക്കലൊന്നുമില്ല പാരൻസ്. സോ റോഡ് ഏതാ വഴി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അത്രയും സ്നോയും കാറ്റും ഒക്കെ ഉണ്ട് ഗൈസ്. നോക്ക്, സ്നോ പാറി പോവാണ്. അത്രക്കും എന്താ മണൽ കാറ്റ് പോലെ ആണ് കാര്യങ്ങൾ. എൻ്റെ കയ്യിൽ ഞാൻ ഗ്ലൗസൊന്നും ഇല്ല. അയ്യോ, നോക്ക് നോക്ക് നോക്ക്, ഓ മൈ ഗോഡ്, നോക്ക്, കംപ്ലീറ്റ്ലി എല്ലാം സ്നോ ആയി. നോക്ക്, അവിടെ മൊത്തം അതൊക്കെ റോഡാണ് ഗൈസ്. ഇപ്പം വൈറ്റ് കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത്രമാത്രം സ്നോ. വണ്ടികളൊക്കെ പതുക്കെ പതുക്കെ പോകുന്നത്. നമ്മൾ മീൻകട വന്നേക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മീൻസ് ചാളയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചാള എടുക്കുന്നുണ്ട്. പിന്നെ അയിലെടുക്കണം. അയിൽ അപ്പുറത്ത് ഫ്രോസൺ മീനായിട്ടാണ് കിട്ടുന്നത്. ഇന്ന് അയിൽ അവൈലബിൾ ആണ്. അപ്പം ഇതാണ് കേട്ടോ ആൽബട്രോസും കാര്യം. ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ചാള വാങ്ങിച്ച് ഇനി അയില നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ സാൽമൺ ആട്ടോ, സാൽമണിൻ്റെ വെറൈറ്റീസും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും തോന്നുന്നു. അയില കണ്ടിട്ട് മനസ്സിലാവുന്ന നോക്കട്ടെ, ഇതാണ് അയില. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് മീനൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടോ. നമുക്ക് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് സ്നോ ആണ്. അപ്പോൾ അവസ്ഥയാണ് ഗൈസ്, ഫുള്ള് കംപ്ലീറ്റ്ലി സ്നോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക്, അപ്പോൾ കണ്ടില്ലേ, ഫുള്ള് മരുഭൂമി പോലെ. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചാൽ നമ്മൾ മീൻ വാങ്ങിച്ചിറങ്ങി നമുക്കിനി മാഗ്നറ്റിൽ പോകണം. അപ്പോൾ ഞാൻ റോഡ് കണ്ടില്ല, അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഞാനിപ്പോൾ മാഗ്നറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. നോക്ക്, ഫുള്ള് വൈറ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അയ്യോ, ഇനി ഇവിടെ നിന്ന് ഇതിലും കുട്ടികളൊക്കെ ട്രോളി മാറ്റിയിട്ട് സ്കേറ്റ് ചെയ്യുന്ന പോലത്തെ സാധനങ്ങൾ മാറ്റിയിട്ട് അവർക്ക്. എന്നാലേ ഇത് ചക്രമൊന്നും പോകത്തില്ല ഈ ടൈമിൽ. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലത്തെ സാധനത്തിലാണ് കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമുക്കിനി മാഗ്നറ്റിലേക്ക് പോവാം. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ മാഗ്നറ്റിൽ സാധനം വാങ്ങിട്ടോ. 5 പോകാനുണ്ട്. അപ്പോൾ സോ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. എനിക്കിത് 5 പോകാനുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ മാഗ്നറ്റിൽ നിന്ന് സാധനം മേടിച്ചിറങ്ങിട്ടോ. ഇതൊക്കെ നോക്ക് ഗൈസ്, ഇവിടെ മൊത്തം ഫുള്ള് മഞ്ഞിൻ്റെ ഒരു കോലാഹലങ്ങളും കാര്യങ്ങളും. നല്ല രസമുണ്ട്, വലിയ തണുപ്പില്ല, കൊള്ളാം. എനിക്കിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതായത് 5 പോകണം. എന്നിട്ട് അവിടുന്ന് എഗ്ഗും പിന്നെ കുറച്ച് സാധനങ്ങൾ 5 വാങ്ങാനുണ്ട്. അപ്പം ഇനി 5 കണ്ടോ നമ്മൾ പോകുന്ന. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി ഐഷ വന്നിട്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ 5 സാധനം വാങ്ങി ഇറങ്ങിട്ടോ. ക്രിസ്മസ് ആയിട്ടും കൂടി ഇല്ല. ഇവിടെ ക്രിസ്മസ് വന്നിട്ട് ജനുവരിയിലാണ്. അപ്പോഴേക്കും ക്രിസ്മസും പാപ്പാനും സാന്റാക്ലോസും ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, ഫുള്ള് ഡെക്കറേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. പോണ വഴിക്ക് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ റോഡ് ബ്ലോക്ക് ആയപ്പോഴത്തേക്കും ഗവൺമെൻറ്റിൽ നിന്ന് വണ്ടി, സ്നോ കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് വണ്ടി വന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങിട്ടോ. കണ്ടോ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണ്. JCB വന്ന് മഞ്ഞ് കോരാണ് റോട്ടിൽ നിന്ന്. പിന്നെ ഇതേ കണ്ടില്ലേ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാട്ടോ. അപ്പോൾ സ്നോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. റോഡിൻ്റെ സൈഡിൽ എത്തട്ടെ. ഫുള്ള് കംപ്ലീറ്റ് മഞ്ഞാണ്. ഇവിടെ JCBയും വൃത്തിയാക്കണ വണ്ടിയൊക്കെ ഇത് നെരങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. കാറൊക്കെ ഫുള്ള് ബ്ലോക്കായിട്ട് കണ്ടില്ലേ. ഹലോ, ഹായ്, പ്രീവിയത്ത്. ഓ, എൻ്റെ അഖില, ഹായ്. നല്ല രസമുണ്ട് കളിക്കണ. കണ്ടില്ലേ, ഇത് ക്ലീനാക്കുന്നതാട്ടോ. അതിൻ്റെ ബാക്കിലും മുഴുവനുണ്ട്.
ഭംഗിയുണ്ട്. കുട്ടികളൊക്കെ എനിക്ക് നല്ല രസമുണ്ട്. ചെറിയ വാവയാണ്. അപ്പൊ ആ കുട്ടീനെ പോലെ ഇതൊക്കെ ഇട്ട് നടക്ക. നല്ല ഭംഗിയുണ്ട് ഗൈസ്, സൂപ്പർ. കുട്ടികളൊക്കെ നല്ല ലവൊക്കെ സ്നോ ബോൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കളിച്ചോണ്ടിരിക്കുക. ഇത് 1 വയസ്സായ കുട്ടിയാട്ടോ. കണ്ടില്ലേ, പാരൻസ് ഒക്കെ ട്രോളിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. സ്നോ ഒരു വിൻ്ററൊക്കെ എൻജോയ് ചെയ്യാം കുഞ്ഞു ഇതാക്കിയിട്ട്. സോ ഗൈസ്, നമുക്കിനി നേരെ പോണത് വീട്ടിലോട്ട്. വീട്ടില് എന്തോ പറഞ്ഞല്ലോ നേരത്തെ, കയ്യെഴുതിയിരുന്നാ മതി. ചില സമയത്ത് നമ്മള് 11 മണി 10 മണിക്കൊക്കെ പഠിക്കാനിരിക്കുമ്പോ മീൻ പൊരിക്കാനൊക്കെ സ്മെല്ല് വരും. അത് കേൾക്കുമ്പോ ഉമ്മാ അടുക്കളയിലൊരു എന്നിട്ട് എന്താ പറയാ, നേരെ അടുക്കളയിൽ പോയിട്ട് ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇന്നെന്താ ഇവിടെ കറി, ഇന്നെന്താ ഉണ്ടാക്കുന്നേ, അങ്ങനെ. അയ്യോ, ഇപ്പൊ നമ്മൾ തന്നെ വെക്കണം, നമ്മൾ തന്നെ കടയിൽ പോകണം, തിന്നണം അവസ്ഥയാണ് ഗായ്സ്. നിങ്ങൾ വിചാരിക്കും പുറത്ത് വരുമ്പം ഭയങ്കര ലൈഫ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ എല്ലാം എന്താ പറയാ, നമ്മൾ തന്നെ നോക്കണം. അങ്ങനെ കൊതി കൊണ്ട് അപ്പൊ കൊതി വന്നാൽ നമ്മൾ പിന്നീടേക്ക് വെക്കാൻ പാടില്ല, അപ്പൊ തന്നെ ചെയ്യണം. നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴയിലയിലൊക്കെ സെറ്റപ്പ് ആക്കിയായിരുന്നു. നമ്മളിവിടെ അതൊന്നും ഇല്ലാത്തോണ്ട് അലൂമിനിയം പൊതിഞ്ഞിട്ടാണ് പൊതിച്ചോറ് കാണിക്കുന്നത്. അപ്പം ആ ഒരു എനിക്ക് നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് അല്ലേ, എനിക്ക് ഐഷമ്മ എന്റെ അടുത്ത് ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുമ്പോ തന്നെ വായതിങ്ങനെ കൊതിപ്പിച്ച് കടന്ന് കളഞ്ഞു. ബിരിയാണി അതൊന്നും തന്നെ ഫസ്റ്റ് ആർക്കും കുക്ക് ചെയ്യാൻ അറിയില്ല. ഞാൻ കാണുന്നുണ്ടോ, ഞാൻ മാത്രമേ കുക്ക് ചെയ്യുള്ളൂ. മീൻസ് കുറച്ചൊക്കെ എനിക്ക് മാത്രമേ കുറച്ച് വിവരമൊക്കെ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഭയങ്കര ഡയലോഗ് അടിച്ച് ബിരിയാണി ഉണ്ടാക്കാം, എല്ലാരും വിളിച്ച് കൂട്ടി ബിരിയാണി വെക്കുക. ആ സമയത്ത് ഇവിടെ മുങ്ങി. എനിക്കെന്തോ യൂണിവേഴ്സിറ്റി പോകണ്ട, മെഡിക്കൽ ചെക്കപ്പ് ലീഡർ, അതായത് ആ ക്ലാസ്സിലെ ലീഡർ പോലെ ഇവളായിരുന്നു. അപ്പൊ നമ്മൾക്ക് മീറ്റിംഗ് വന്ന് ഇവള് പോയി. അത് പഠിക്കുവോ? അത് ഒന്നാമത്തെ വിഷല. അപ്പൊ അടിക്കണ സമയത്ത് ചോറ് മാത്രമേ നമുക്ക് വെക്കാനുണ്ടാവുള്ളൂ. അല്ല, ഗ്രേവി നേരത്തെ ഗ്രേവി നമ്മൾ വെച്ചു. പിന്നെ ചോറ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയി, പ്രത്യേകിച്ച് എന്നെയും നിമിഷേനെ. നമ്മളാ ചോറ് ഇവിടെ പോയിട്ട് വരുന്ന 2 മണിക്കൂർ, ആ 2 മണിക്കൂർ വരെ നമുക്കറിയത്തില്ല. വെള്ളം ഒഴിക്കും, തിളപ്പിക്കും, വെള്ളം ഒഴിക്കും, തിളപ്പിക്കും. ലാസ്റ്റ് ചോറ് മറ്റെന്താ ബിരിയാണി കഞ്ഞി അല്ല, അടയൊക്കെ പോലായി. നമ്മള് പിന്നെ അടയും പിന്നെ ബിരിയാണി ആക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. അതാണ് ഫസ്റ്റത്തെ റഷ്യൻ ബിരിയാണി. കഞ്ഞി ആദ്യമായിട്ടൊക്കെ വെക്കൂലേ കഞ്ഞി ബിരിയാണി എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത്, പിന്നെ അവിടുന്ന് ഓരോന്നും പഠിച്ച് ഓരോ സ്റ്റേജസും പഠിച്ച് ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി വെക്കും. അതാണ് നമ്മള് പുറത്ത് വന്നു കഴിഞ്ഞാല് മെഡിസിൻ മാത്രല്ല, കൂടെ ഹോട്ടൽ മാനേജ്മെന്റും ഫാമിലി മാനേജ്മെന്റും ഫിനാൻഷ്യൽ മാനേജ്മെന്റും എല്ലാം പഠിക്കും ഗൈസ്. അതുകൊണ്ട് യാതൊരു വിധ പേടിക്കേ വേണ്ട. പാരന്റ്സിനോടായാലും മക്കളൊക്കെ ധൈര്യമായിട്ട് വിട്ടോ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഗൈസ്, പൊതിച്ചോറിനുള്ള ഒലത്ത് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് വലിയണം. പിന്നെ മീൻകറി, ഓക്കെ, പപ്പടം പൊരിക്കണം, മുട്ട വറുക്കണം, മീൻ വറക്കണം, ചമ്മന്തി വേണ്ട, മിക്സിയില്ല, നെല്ലിക്കുണ്ട് ഇതിന് പകരം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഗൈസ്, നമ്മളെ പപ്പടം പഠിച്ചാൽ പപ്പടം മീൻകറി ഇവിടെ തിളക്കുന്നു, പപ്പടം ആകുന്നു. നമ്മുടെ ഫേവറേറ്റ് പാട്ടുണ്ടല്ലോ, ഫിഷ് അതെവിടെ? അത് ഫ്രിഡ്ജിലിരിക്കാം. നമ്മളെ നാച്ചുറൽ ഫ്രിഡ്ജിൽ വറുത്തു കിട്ടോ. മുട്ട എവിടെ? മുട്ട നാച്ചുറൽ ഫിഷ് എടുക്കാം. ഷോക്സ് ഇട്ടിട്ടാണ് നടക്കുന്നത്. തണുപ്പ്. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് പാട്ട്.
ഇത് നമ്മൾ വറക്കണം. അപ്പം നമ്മൾ വെരി സാറ്റിസ്ഫാക്ഷൻ പാർട്ട് ഫിഷ് ഒന്ന് തീരെ അതൊക്കെ നമുക്ക് വേവിക്കാം. കട്ട് ചെയ്യണോ? ഗൈസ് നമ്മൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേത് വേവാത്ത കാരണം നമ്മളത് കട്ട് ചെയ്തു. ഐഷുമ്മ പൊതിച്ചോറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് അലുമിനിയം ഫ്ലോയിൽ സെറ്റ് ചെയ്തു. ബിക്കോസ് ഇവിടെ നമുക്ക് വാഴയിലയില്ല, അതുകൊണ്ട്. ഇതിലും പ്ലേറ്റിലിട്ട് വെച്ചാൽ മതിയില്ലേ, വാഴയിലില്ലാത്തതുകൊണ്ട്. ഓക്കെ, കുറച്ച് മതിയില്ലേ ഒരു പൂതിക്ക്? രണ്ടുപേർക്കുമല്ലേ? ആ ശരിയാ. നല്ല ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് നല്ല ഇഷ്ടമുണ്ട്. ഓക്കെ, തോരൻ വെക്കുന്നു. തോരൻ നമ്മൾ നാട്ടിൽ ഒലത്ത്. പപ്പടം എടുത്തു. ഇന്ത്യന്റെ മാപ്പ്, കേരളത്തിന്റെ മാപ്പ് പാകിസ്ഥാനാണ്. കൊച്ചു കേരളം. യാതൊരു കാര്യം, ഇത് നമ്മളുടെ കൊച്ചു കേരളമാണെന്ന് തോന്നുന്നു. അത് പറയാം. പപ്പടം, നെല്ലിക്ക എല്ലാം വരാനുണ്ട്. പപ്പടം വന്നു. കാന്താരി, വയനാടൻ കാന്താരി മൂപ്പരെ ഏറ്റവും ഫേവറേറ്റാ. അയ്യോ മോളെ സെറ്റ്. ഇനി നെല്ലിക്ക. എടുക്കട്ടെ. ഹലോ, നെല്ലിക്ക. ഒന്നൊന്നര നെല്ലിക്ക. ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, ഒരു കുപ്പി വിനാഗിരി എടുത്ത് ഒഴിച്ചിട്ട് കുളിച്ചു പോവുക. ആ നെല്ലിക്ക തിന്നാല് നമ്മളുടെ വല്യപ്പന്മാര് വരെയും കാണാം. അത്രക്കും അതിന്റെ തലക്ക് പിടിക്കുന്ന ഒരു നെല്ലിക്കയാണ് അത്. ഓക്കെ ഓക്കെ, ആരും കാണാണ്ടിരിക്കാനാണോ അവിടെ വെച്ച്? ഞാൻ എടുക്കാം, നമുക്ക് എനിക്കാൻ പോകുന്നത്. മലപ്പുറത്താണല്ലോ, മറിയല്ലേ? അയ്യോ താഴോട്ട് പോവല്ലേ, അറിയണ പോലെ. പിടിച്ച ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. യു ആർ നോട്ട് ഫ്ലെക്സിബിൾ. അല്ല, നമ്മളൊരു ഹൈറ്റാ. സെറ്റ്. എന്നൊരു ഗ്യാസ് വന്നോ പറഞ്ഞപ്പോ? ഓ കൊറേ നാളായില്ലേ. അത് ആരും തിന്നാറില്ല ഗൈസ്, അത്രക്കും ഭയങ്കര പുളിയായതുകൊണ്ടാണ്. ഇത് നെല്ലിക്ക ആയതുകൊണ്ടാട്ടോ പിടിച്ചു നിക്കുന്നേ. വേറെ വല്ലാണ് ഇപ്പ അലിഞ്ഞു പോയാനെ. നമ്മളെ മീൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ, നല്ല മീനാ. ഹായ്, എനിക്ക് പുതിയാവുന്നു. സ്കൂളിൽ കൊണ്ടുപോകണം, ആരും കാണാണ്ടിരിക്കല്ലേ. കൂട്ടുകാരിമാര് കാണാണ്ട് തിന്നാൻ. അതെ, ഇത് മീൻ നമുക്ക് ഇതിലോട്ട് വെക്കണം. മീൻ കറിയും അത് കുറച്ച് സമയം എടുക്കും. ആവട്ടെ. അതെ, പപ്പടം അത് പൊടിഞ്ഞു പോകും, സാരില്ല. കുഴപ്പമില്ല, എല്ലാം വൈറ്റ്. മീൻകറി വെച്ചോ? ഇതിൽക്കുള്ള മീൻകറി ആയിട്ടുണ്ട്. ആണല്ലേ, നോക്കാം മീൻകറി. ചാള മുളക് ചാറ് കേട്ടോ, അല്ലേ? മത്തിയോ? ചാള മുളക് ചാറ്. ദൂരം കൂടിപ്പോയി. അത്ര മതി, അത്ര മതി. പിടിക്കട്ടെ. പൊളിച്ചു പോയി. ഈ മീൻ വറുത്തത് കാണാം, അതുകൂടെ മീൻ വറുത്ത. അപ്പൊ ഐശ്വര്യ ഫിഷ് ഫ്രൈ ആയിട്ട് വരുന്നു. ഓ പൊളി മോനെ, പൊളി, ഒരു രക്ഷയില്ല. സ്നോയിൽ കഷ്ടപ്പെട്ട്
ചിങ്ക് പോയി വാങ്ങി നമ്മൾ കഴിക്കും. ഓക്കെ, ഇതൊന്ന് ഹാൻഡിൽ ചെയ്യും. ഒരു മിനിറ്റ് ഒന്ന് എല്ലാം സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. ഞാൻ ഇത് ലാസ്റ്റ് മുട്ടല്ലേ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. എല്ലാം വെച്ചു. തോരൻ, ഫിഷ്, പപ്പട്, മീൻകറി, നെല്ലിക്ക ചോറിനകത്ത് പൂഴ്ത്തി വെച്ചു പോയി. പിന്നെ ഇത് കാന്താരി മുട്ട. യെസ്, അപ്പൊ നമ്മളെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണോ കിട്ടുന്നതെന്ന് അറിയത്തില്ല. ട്രൈ. അയ്യ പുളി 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 നല്ല ഭംഗി. അങ്ങനെ മടക്കി വെച്ചാൽ മതി. അലുമിനിയം ഫോയിലല്ലേ. ഹായ് ഹായ്. നമുക്ക് കഴിക്കല്ലേ, കേൾക്കാൻ പോയി. നല്ല മണം വരുന്നുണ്ട്. കുറച്ച് നേരം അടങ്ങി ഇരിക്കട്ടെ. അതാണ്ടെങ്കിൽ പൊതിഞ്ഞ് പിടിച്ചില്ല. നമ്മളെ വിഭവങ്ങൾ കണ്ടില്ലേ. ചോറ്, തോരൻ, കറി എല്ലാം ഉണ്ട്. ചോറ് കഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മളെ പൊതിച്ചോറ് ഇവിടെ റെഡിയാണ്. വെയിറ്റിംഗ് ആയിരുന്നു. മറിച്ചിട്ട് കുറെ നാളെ നാട്ടിൽ പോയി പൊതിച്ചോറ് കഴിച്ചിട്ടില്ല. അതെ, നാട്ടിൽ പോയി ഒന്നിനും സമയമില്ല. ഫുള്ള് ബിരിയാണി ആയിരുന്നു കിട്ടിയിരുന്നത്. ബീഫ് ബിരിയാണി. കാണിച്ചോടെ കൊടുത്താലേ. ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഫുഡ് ഇല്ലേ. നമ്മൾ ഇന്ത്യയില് നമ്മൾ ഇന്ത്യയില് ജനിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് ഫ്ലേവറും കാര്യങ്ങളൊക്കെ മിസ്സായനെ. ഐ എം പ്രൗഡ് ഓഫ് മൈ കൺട്രി ഇന്ത്യ ഫോർ ദ ഫുഡ്. മാത്രല്ല കേരള മുട്ട കൂടുണ്ട്. വാവ്, കാന്താരിയൊക്കെ നെരടി. അയ്യോ, തോരൻ, ഓടി, പപ്പടം. കൊള്ളാട്ടോ. ഇതിന്റെ നടുക്കുന്ന ഒരു കഷ്ണം നോക്കി. നെല്ലിക്ക ഇവിടെ നമ്മൾ കുഴിച്ച് വെച്ച അതും കുറച്ച് ഗർഭിണികളൊക്കെ ഇത്ര ആസ്വദിച്ച് കഴിക്കുന്ന. ഓ, അരിവ് പുളി കൊള്ളാട്ടോ. മല്ലിക്കന്റെ പുളി. ഓ, പോളി സാധനം. തോരനും എല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രത്യേക ഫീലല്ലേ. പൊളി. ഓഹോ. ഇപ്പൊ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പഠിക്കാനിരിക്കുക കേട്ടോ. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ. കുറച്ച് പഠിച്ചു. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വർക്കും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവരും ടേക്ക് കെയർ കേട്ടോ. ബായ്.